ആമേൻ. ദൈവം എന്തും ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, ദൈവം എന്തും ചെയ്യുന്നതിന് മുമ്പ് ദൈവം ആദ്യം അയക്കുന്ന തൻ്റെ വചനമാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിന് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ വെളിച്ചം ഉണ്ടായേനെ. ഇങ്ങനെ കാണിച്ചെങ്കിൽ ലാസർ പുറത്തു വന്നേനെ. യേശു നടന്നപ്പോൾ ഹല്ലേലൂയ, യേശുവിന് വേണമെങ്കിലും നിഴൽ തട്ടി രക്തസ്രവക്കാരത്തെ സൗഖ്യമാക്കായിരുന്നു. പക്ഷെ യേശു അതൊന്നും ചെയ്യാത്ത എന്താണെന്നറിയാമോ? നിഴലിലല്ല ശക്തി, കർച്ചീഫിലല്ല ശക്തി, തോണ്ടലിലും മാന്തലിലും ഇങ്ങനെ വിളിക്കുന്നതിലല്ല ശക്തി, ഇരുവായി തലയുള്ള എൻ്റെ വചനത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എത്രത്തോളം വചനം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രമാത്രം ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ ഈ വചനം ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ ഈ ബ്രദറൻകാരും അഡ്വന്റിസ്റ്റുകാരുടെയും ഉള്ള വചനം പോലെ അല്ല ഞാൻ ഈ പറയുന്നത്. വചനം ശക്തിയോടും ഐശ്വര്യത്തോടും നമ്മൾ വസിക്കുന്നത്. ആമേൻ. എനിക്കൊരു അങ്കിളുണ്ട്. അങ്കിളിനോട് എൻ്റെ പപ്പ എപ്പോഴും തമാശയായിട്ട് പറയും. എൻ്റെ അങ്കിളിനോട് ചോദിച്ചു, ടീച്ചർ കുഞ്ഞിലെ സ്കൂളിൽ പഠിച്ചെന്ന് ചോദിച്ചു, മോനെ വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഇന്ന് രാവിലെ നീ എന്താ കഴിച്ചത്? അവൻ്റെ അങ്കിൾ പറഞ്ഞു, ബ്രെഡ് ബട്ടർ ആൻഡ് ജാം. അപ്പം ആ കാലത്താണ്. അപ്പം അന്ന് ബ്രെഡും ബട്ടറും ജാമും. വാട്ട് ഡിഡ് യു ഹാവ്? ബ്രെഡ് ബട്ടർ ആൻഡ് ജാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ എന്താ കഴിച്ചത് ദഹിച്ചില്ല, ഉടനെ ഛർദ്ദിച്ചു. നോക്കിയാൽ പഴം കഞ്ഞിയായിരുന്നു. നീ ബ്രെഡ് ബട്ടർ ആൻഡ് ജാം എന്ന് പറഞ്ഞതോ? ആമേൻ. അപ്പം നമ്മൾ എന്ത് കഴിച്ചോ അതേ ഛർദ്ദിക്കത്തുള്ളൂ. മനസ്സിലായോ? എപ്പോഴും ശ്രദ്ധിച്ചോണം നമ്മൾ എന്താ കേൾക്കുന്നേ. നീ കേട്ടത് ആ മിഗ് വിമാനം താഴെ വീണും യുക്രൈൻ യുദ്ധമാണെങ്കിൽ നിനക്ക് ബ്രെഡ് ബട്ടർ ആൻഡ് ജാം ഛർദ്ദിക്കാൻ പറ്റത്തില്ല. നീ യുക്രൈൻ ആയിരിക്കും ഛർദ്ദിക്കുന്നത്. ഹല്ലേലൂയ. നീ കേട്ടത് ഹല്ലേലൂയ അപ്പുറത്തെയും ഇപ്പുറത്തവൻ്റെയും ഹല്ലേലൂയ അവരുടെ ഭാര്യ പിണങ്ങിപ്പോയി, ഇപ്പുറത്തെ ഡിവോഴ്സായി, ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നിനക്ക് വചനം ഛർദ്ദിക്കാൻ കഴിയത്തില്ല. ആണോ അല്ലേ? നീ കേൾക്കുന്നത് എന്തോ, ആരോട് ഞാൻ പറയാം, നീ കേൾക്കുന്നത് എന്തോ. ഹല്ലേലൂയ. മറിയ ദൂതന്റെ കേൾവി കേട്ടത് കൊണ്ട് അവൾ യേശുവിനെ പ്രസവിച്ചു. ശിംശോന്റെ അമ്മ ദൂതന്റെ ശബ്ദം കേട്ടുകൊണ്ട് ശിംശോൻ എന്ന ശക്തനെ പ്രസവിച്ചു. അതുകൊണ്ടാ പറയുന്നേ, വിശ്വാസം വരുന്നത് മൂക്കിക്കൂടെ അല്ല, വിശ്വാസം വരുന്നത് ത്വക്കിലൂടെ അല്ല, വിശ്വാസം വരുന്നത് കണ്ണിലൂടെ അല്ല. വിശ്വാസം, എല്ലാരും പറ, എല്ലാരും ഉറക്കെ പറയാ. അപ്പൊ കേൾക്കുന്നത് നമ്മൾ അധികം ശ്രദ്ധയോടെ സൂക്ഷിക്കണം. എന്ത് കേൾക്കുന്നു? എല്ലാ ചപ്പു ചവറും നീ തിന്നാത്തത് പോലെ എല്ലാ ചപ്പു ചവറും നീ കേൾക്കരുത്. കാരണം നീ അറിയാതെ ഇത് ഛർദ്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദേവദാസൻ പറഞ്ഞ കാര്യം ഇങ്ങനെ, അദ്ദേഹത്തിന്റെ ഭാര്യയും സ്ഥിരം വഴക്ക. എന്തുവാ വഴക്കെന്താ കാരണം എന്താണെന്നറിയാമോ? പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ കാരണം നിനക്ക് എങ്ങനെ മനസ്സിലായി? ഈ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഇവർ രണ്ടൊരു വാക്യം പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത്. ഈ വാക്യത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. നമുക്കൊന്നും ബാധകമല്ല, നമ്മളൊരു ഹല്ലേലൂയ പറ. അവർ വിഴുങ്ങിയത് മൊത്തം വചനമായതുകൊണ്ട് അവർ ഛർദ്ദിക്കുന്ന മൊത്തം വചനത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. രാവിലെ ബസ്സിൽ കയറുമ്പോൾ, ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഓട്ടോക്കാരൻ പറയുന്നത് ഒക്കെ നല്ലതാ. പക്ഷെ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് പറയണം, ചേട്ടാ എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ഫുള്ളാണ് കേട്ടോ. ഹല്ലേലൂയ. ഇനി ചേട്ടൻ വായിച്ച പത്രത്തിൽ നിന്നും ന്യൂസിൽ നിന്നുള്ളത് ഇങ്ങോട്ട് ഛർദ്ദിക്കുന്നതിന് മുമ്പേ ഞാൻ പള്ളിയിൽ നിന്ന് കേട്ട വചനത്തെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അവിടെ ഉണ്ടല്ലോ നിന്റെ ഒരു വാക്ക് മതി, നിന്റെ ഒരു ശബ്ദം മതി, എനിക്കത് മതിയേ. നിങ്ങൾക്ക് മനസ്സിലായില്ല. യൂദാസ് ചെവി മൊത്തം കേട്ടത് 30 വെള്ളിക്കാശ്. യൂദാസ് ചെവിയിൽ മൊത്തം കേട്ടത് 30 വെള്ളിക്കാശ് എന്നാണ്. 30 വെള്ളിക്കാശ് രമേശിന് ഒറ്റ കൊടുത്ത അവൻ കേട്ടത് മൊത്തം എന്താണ്?
ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. പിശാചൻ ഹൃദയം നിറച്ചു. ഉടനെ തന്നെ അവൻ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു. ഹല്ലേലൂയ. ഇവൻ കേട്ടത് ഒരുവനെ തകർത്തു. കുനിഞ്ഞിരിക്ക. അവൻ കേട്ടത് തകർത്തു. മതി. ഹല്ലേലൂയ. എന്നാൽ യൂദ ഒരു ഭാഗത്ത് 30 വെള്ളിക്കാശ് കേട്ടപ്പോൾ ആരോടെ ഞാൻ പ്രവചിക്കുക, മറിയ മറുഭാഗത്ത് ദൂതനെ കേട്ടു. മറിയ മറുഭാഗ ദൂതൻ പറയുക, ദൈവത്താൽ ഒന്നും അസാധ്യമല്ലല്ലോ. നിന്നിൽ ജനിക്കുന്നത് വിശുദ്ധ പ്രജയാകും. ഇവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ദൂതൻ വർത്തമാന പത്രം അല്ല പറയുന്നേ, ദൂതൻ ദൂതുകളാ പറയുന്നേ. ഞാൻ ആരോടെ പ്രവചിക്കുക? ദൂതന്റെ ശബ്ദം മറിയ കേട്ടു. ദൂതനെ കണ്ടു. ജോസ്ബർ ഇവിടെ നിൽക്കാമോ? അവിടെയാണ് കുനിഞ്ഞിരിക്കുന്ന ഒരു എലിസബത്ത് ഇരിക്കുന്നു. എലിസബത്ത് കുനിഞ്ഞിരിക്കുക, കാരണം അവൾക്ക് പിള്ളയില്ല, കുഞ്ഞുങ്ങളില്ല. പക്ഷെ മറിയ ദൂതനെ കേട്ടിട്ട് എലിസബത്തെ എന്ന് പറഞ്ഞപ്പം അവളുടെ ഉള്ളിലെ പിള്ള തുള്ളാൻ തുടങ്ങി. യൂദ 30 വെള്ളിക്കാശ് കേട്ടപ്പോ നിവർന്നവനെ താഴ്ത്തിയെങ്കിൽ മറിയ കേട്ട ശബ്ദം കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തി. ആരോടാ ഞാൻ പ്രവചിക്കുക? നീ ഇന്നിവിടെ ഇറങ്ങുമ്പോ ചിലതിനെ നിവർത്തുമാറാക്കട്ടെ. നിവർന്നു വരട്ടെ. അസ്ഥിയോട് നിവർന്നു വരട്ടെ. സൈന്യത്തോടെ നിന്റെ സാമ്പത്തികം നിവരട്ടെ. നിന്റെ ആരോഗ്യം, നിന്റെ നട്ടല്, നിന്റെ ആസ്തി, നിന്റെ തലമുറ, നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ തലമുറ ഉയരട്ടെ. ആരോട് പറയാ? നീ വിശ്വാസി വന്നുകൊണ്ട് നിന്റെ തല കുനിഞ്ഞെങ്കിൽ ഇതാ യഹോവ പുതിയതൊന്ന് ചെയ്യുന്നു. അതിപ്പോൾ ഉത്ഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. ഉൽപ്പത്തി 12:1 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 12:1 മുതൽ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും മൃദുഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ. രണ്ടാം വാക്യം ഒരിക്കൽ കൂടെ. ഞാൻ നിന്നെ വലിയൊരു ജാതി. എല്ലാരും പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹം ആയിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാക്യം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഓക്കേ, എല്ലാരും ബൈബിൾ കയ്യിലെടുത്ത് പറ. എല്ലാരും ബൈബിൾ കയ്യിലെടുത്ത് പറ. ഇതാണ് എൻ്റെ ബൈബിൾ. പറ, ഇതാണ് എൻ്റെ ബൈബിൾ. ഈ ബൈബിൾ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറയുന്നോ, എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറയുന്നോ, അതെനിക്ക് ചെയ്യാൻ കഴിയും. പറ, ഈ ബൈബിൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നോ, അതെനിക്ക് ചെയ്യാൻ കഴിയും. ഈ ബൈബിൾ ഞാൻ ആരാണെന്ന് പറയുന്നോ, അത് ഞാനാണ്. പറ, അത് ഞാനാണ്. ഈ ബൈബിൾ എൻ്റെ കുടുംബത്തെയും അടുത്ത തലത്തിൽ കൊണ്ടുപോകാൻ ശക്തിയുള്ള വചനമാണ്. പറ, ശക്തിയുള്ള വചനമാണ്. ഇന്ന് ഈ വചനം ഞാൻ ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കും. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം രൂപാന്തരം പ്രാപിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കാം. നിങ്ങൾക്കറിയാമോ, നമ്മൾ കൺഫസ് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം, ക്രിസ്തീയ തലത്തിലായാലും അല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. നമുക്ക് പ്രാർത്ഥിച്ച ഒരാളെ വീഴ്ത്താം, രോഗം സൗഖ്യമാകാം, വിടുതൽ അനുഭവിക്കാം, പലതും സംഭവിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സ് സ്വാതന്ത്ര്യം അനുഭവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രൂപാന്തരം വരുത്തില്ല. മനസ്സൊരു ഡ്രൈവിംഗ് സീറ്റ് പോലെയാണ്, കാറിലെ ഡ്രൈവിംഗ് സീറ്റ് പോലെയാണ്.
കാറിൻ്റെ ബാക്കിൽ എത്ര വലിയ ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിലും ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നവനാണ് കാർ നിയന്ത്രിക്കാൻ പോകുന്നത്. നിന്റെ മുട്ടുവേന മാറിയാലും കാലുവേന മാറിയാലും തലവേന മാറിയാലും നിന്റെ ഡ്രൈവിംഗ് സീറ്റായ മനസ്സ് മാറിയില്ലെങ്കിൽ മറിഞ്ഞടിച്ച് താഴെ വീഴാം, ഉരുളാം, എല്ലാം സംഭവിക്കാം. പക്ഷെ മനസ്സ് മാറാതെ, ഡ്രൈവർ മാറാതെ ജീവിതം മാറുകയില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചാന്ന് മാത്രമല്ല, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകൾ വിടിവിക്കും വരെ തുളച്ചു ചെന്ന് ഹൃദയത്തിലെ, ഡ്രൈവർ സീറ്റിലെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയും. നിങ്ങൾക്കറിയാവോ, ആക്ച്വലി ദൈവം സ്വർഗത്തിൽ നിന്നല്ല നിങ്ങൾക്ക് വിടുതൽ തരുന്നത്. സ്വർഗത്തിൽ നിന്നൊന്നും തരേണ്ട ആവശ്യമില്ല. സ്വർഗീയൻ ഭൂമി വന്നു. ഹല്ലേലൂയ. ഇപ്പം സ്വർഗത്തിൽ നിന്നല്ല വരുന്നത്, ഹൃദയത്തിൽ നിന്നാണ് ജീവന്റെ ഉറവകൾ തുടങ്ങുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് സ്വർഗത്തിൽ നിന്ന് ഒഴുകുമെന്നല്ല, വിശ്വസിക്കുന്നവന്റെ ഉറക്കെ പറ എവിടെ നിന്ന്. അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കയ്യിലും ഉണ്ടാവണം, കേൾക്കുന്ന വചനം ഉള്ളിലും ഉണ്ടാവണം. അത് പറഞ്ഞപ്പോൾ ആരൊരു കോട്ട് പോയിട്ടു. ഞാൻ പറഞ്ഞു അത് ആര് പറഞ്ഞപ്പോൾ ഒരു കോട്ട് വിട്ടതാ പറഞ്ഞത്. ആമേൻ. നിങ്ങൾ ആരുമല്ല. ആമേൻ. ശ്രദ്ധിക്കുക, ദൈവം അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഐശ്വര്യമായി നിന്നെ അനുഗ്രഹിക്കുന്നതിന് ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നതിന് ഞാൻ ശപിക്കും. ദൈവം വാഗ്ദത്തങ്ങൾ കോരിയെടുത്ത് അബ്രഹാമിന് കൊടുക്കുക. നിങ്ങൾ ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ആദ്യമായിട്ടല്ല ഒരു മനുഷ്യനെ വിളിച്ച് അനുഗ്രഹിക്കുന്നത്. ദൈവം ആദ്യമായിട്ടല്ല ഒരാളെ വിളിക്കുന്നത്. ബൈബിൾ ആദാമിൽ ദൈവം അവനെ വിളിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നടാ, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുക, ഭൂമി അടക്കി വാഴ. ദൈവം കൽപ്പിച്ച അനുഗ്രഹിച്ച ആദ്യത്തെ മനുഷ്യൻ അബ്രഹാം അല്ല. നിങ്ങൾ വിചാരിക്കരുത് അബ്രഹാമിന് മാത്രം ഈ അനുഗ്രഹം കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് അബ്രഹാമിന് മാത്രമല്ല, ദൈവം തെരഞ്ഞെടുത്ത ആദാമിന് ഈ വിളി ഉണ്ടായിരുന്നു. പിന്നീട് ദൈവം തെരഞ്ഞെടുത്ത നോഹയോട് ദൈവം പറഞ്ഞു, ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു, വർദ്ധിക്കുക, പെരുകുക. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത കയീന് ഈ വിളി ഉണ്ടായിരുന്നു. ദൈവം തെരഞ്ഞെടുത്ത ഈനോക്ക്, ഹാനോക്കിന് ഈ വിളി ഉണ്ടായിരുന്നു. പക്ഷെ വിളി കേട്ട എല്ലാവരും വിളി അനുസരിച്ചില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്ന വിളിക്കപ്പെട്ടവർ, വാക്യം വിളിക്കപ്പെട്ടവർ അനേകർ. ഈ വചനം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എല്ലാവരും ഏറ്റെടുക്കണമെന്നല്ല. എൻ്റെ ആഗ്രഹം എല്ലാവരും ഏറ്റെടുക്കണമെന്നാണ്. വിളിക്കപ്പെട്ടവർ അനേകർ. ബൈബിൾ എല്ലാവരുടെയും വീട്ടിലുണ്ട്, പക്ഷെ എല്ലാവരും കൊണ്ടുവരത്തില്ല. എൻ്റെ ആഗ്രഹം എല്ലാവരും കൊണ്ടുവരണമെന്നാണ്. എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ എല്ലാവരും അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നില്ല. വിളി എല്ലാവർക്കുവാ, പകർച്ച എല്ലാവർക്കുവാ, പക്ഷെ പകരുന്നത് ദൈവമാണെങ്കിലും തെരഞ്ഞെടുക്കേണ്ടത് നീയാണ്. ഇപ്പം അക്രൈസ്തവ മാർഗത്തിലുള്ളവർ, ഒരു മുസ്ലിം പാരമ്പര്യത്തിലുള്ളവർക്ക് 3, 4, 5 നേരം നിസ്കരിക്കണമെന്നാണ്. അല്ലെ, 5 പ്രാവശ്യം നിസ്കരിക്കണം. അവന് തോന്നിയാലും തോന്നിയില്ലെങ്കിലും നിസ്കരിക്കണം. അവന് തോന്നിയാലും തോന്നിയില്ലെങ്കിലും വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം. അവന് തോന്നിയാലും തോന്നിയില്ലെങ്കിലും റംസാനും ആ 40 ഉപവാസം അവൻ എടുത്തിരിക്കണം. അവന് തെരഞ്ഞെടുപ്പില്ല അവിടെ. മനസ്സിലായോ? നിനക്ക് ചാവേറാകാം, നിനക്കൊരുത്തനെ കൊല്ലാം, നിനക്ക് തെരഞ്ഞെടുപ്പ്. there's no option for you. നീ അത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ബൈബിളിൽ വരുമ്പോ ദൈവം ആരെ നിർബന്ധിക്കുന്നില്ല. നീ 5 നേരം പ്രാർത്ഥിക്കണം ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. നീ 40 ഉപവസിക്കണം ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ വിളി ദൈവം എല്ലാരിലും പകർന്നു. മനസ്സിലായില്ല? ഹല്ലേലൂയ. ഈ ഹാളിലേക്ക് ഹല്ലേലൂയ ഇനിയും ആൾക്കാർക്ക് വരാം. ട്രാക്റ്റുകൾ ഇനിയും കൊടുത്തിട്ടുണ്ട്, ഉപവാസ പ്രാർത്ഥനകൾ ഇനിയും കൊണ്ടിട്ടുണ്ട്. പക്ഷേ വിളി എല്ലാവർക്കുവാ, ക്ഷണം എല്ലാവർക്കുവാ. പക്ഷെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ കയ്യിലല്ല, നമ്മുടെ കയ്യിലാണ്. മറ്റേ മതങ്ങൾ അങ്ങനെയല്ല. നീ ചെയ്തേ പറ്റൂ, ഉപവസിച്ചേ പറ്റൂ, വെള്ളിയാഴ്ച നിന്റെ കട അടച്ചു വന്നേ പറ്റൂ. ഇവിടെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ, പോയാലെന്ത്, പോയില്ലെങ്കിൽ എന്ത്, ഞായറാഴ്ച ഉപവസിച്ചാലെന്ത്, ഉപവസിച്ചില്ലെങ്കിൽ എന്ത്.
പാൻറ്റി പറഞ്ഞു ശനിയാഴ്ച പിള്ളേരുടെ പ്രോഗ്രാം ഉണ്ട്, എനിക്ക് വിടാൻ സൗകര്യമില്ല. പക്ഷെ ഓർത്തോണം, വിളി എല്ലാവർക്കുവാ. പക്ഷെ അതിൻ്റെ അർത്ഥം നീ ഉയരുവെന്നല്ല. ആദാമിന്റെ മേൽ സകല ജന്തുക്കളുടെ മേൽ വാഴാൻ വരവുണ്ട്, പക്ഷെ അവൻ വാണില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആർക്കും മനസ്സിലായില്ല. ഹല്ലേലൂയ. ആരോട് പറയാ? പാസ്റ്റർ ക്രിസിലൂടെ ക്യാൻസറിനെ സൗഖ്യമാക്കുന്ന അതേ ശക്തി നിന്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം അത് ഉപയോഗിക്കുന്നു, നീ അത് കൈകെട്ടിയിടുന്ന അടുത്ത ദൈവദാസനായി വെയിറ്റ് ചെയ്യുന്നു. അത്ര വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പാസ്റ്റർ ക്രിസിന് എത്ര പേർക്ക് അറിയാം? പാസ്റ്റർ ക്രിസ് 8, 9, 10 മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിക്കും. ഒരു ദിവസം 24 മണിക്കൂറിൽ 8 മണിക്കൂർ അന്യഭാഷ. വെളുപ്പിന് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാ, ഉച്ചയ്ക്ക് 12 മണിയാകുമ്പം തീരും അന്യഭാഷയിൽ. അതുകൊണ്ട് അദ്ദേഹം ഹാളിലോട്ട് വരുമ്പോൾ വീൽ ചെയറിലും സ്ട്രെച്ചറിലും കിടക്കും, തന്നെ എഴുന്നേക്കും. അതേ അന്യഭാഷ ദൈവം നമുക്കും തന്നത്. ആ അന്യഭാഷ നമ്മൾ 8 മിനിറ്റ് പറയും, അദ്ദേഹം 8 മണിക്കൂർ പറയും. ഒരു സ്തോത്രം പറയാമോ? എത്രയൊക്കെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? പാസ്റ്റർ നമ്മളെ കുറ്റബോധത്തിലാക്കുവാണോ? നിശ്ചയമായും. വിളിയും തെരഞ്ഞെടുപ്പും ദൈവം ചെയ്യാത്തതല്ല. ഇത് ദൈവം ചെയ്യാത്തതല്ല, നീ തെരഞ്ഞെടുക്കാത്തതാണ്. ഹല്ലേലൂയ. യേശു യെരുശലേമിൽ വന്നു, എല്ലാ രോഗികളും സൗഖ്യമായോ? പ്രവർത്തികളുടെ പുസ്തകത്തിൽ പത്രോസ് ആമേൻ ഹല്ലേലൂയ പള്ളി കയറിയപ്പോൾ ഒരു മുടന്തരെ സൗഖ്യമായുള്ളൂ, ബാക്കി മുടന്തരില്ലായിരുന്നു അവിടെ. വിളി എല്ലാവർക്കുവാ, സൗഖ്യം എല്ലാവർക്കുവാ, നന്മ എല്ലാവർക്കുവാ, സമൃദ്ധി എല്ലാവർക്കുവാ. പക്ഷെ തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ കയ്യിലല്ല, നമ്മുടെ കയ്യിലാണ്. ഇന്ന് ആരൊക്കെ ഇത് ഏറ്റെടുത്ത് പറയണം? ഇന്ന് തൊട്ടൊരു പുതിയ യാത്ര, ഇന്ന് തൊട്ടൊരു പുതിയ തെരഞ്ഞെടുപ്പ്. ഇത് നമ്മൾ കാണണം. ദിസ് we must see. ഇത് നമ്മൾ കാണണം, ഇത് നമ്മൾ കാണണം. എല്ലാവരും പറ, ഇത് ഞാൻ കാണണം. എൻ്റെ വിളി ഒരിക്കൽ കൂടെ വായിക്കാമോ? പറ, ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു ഇത്രയും മതി, ശ്രദ്ധിക്കുക, അത്ര മതി. 2-ാം വാക്യം ബൈബിൾ പറയാ, I will make thee a great nation. ഈ കൃപ നിങ്ങളുടെ മേലുണ്ട്. ഇത് അബ്രഹാമിന്റെ മേൽ അന്ന് പകർന്നു, ക്രിസ്തുവിൽ നമുക്കിതെല്ലാം ഉണ്ട്. വായിച്ച ഗലാത്യർ 3:7 ഒന്ന് വായിച്ച. ഗലാത്യർ 3:7. നിങ്ങൾ ആമേൻ പറഞ്ഞത് മോശമായിപ്പോയി. അത്ര ഒരു കുറച്ചുകൂടെ ശക്തി കോംപ്ലാൻ ആമേൻ ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷയായിട്ട് ഗലാത്യർ 3:6-7 വായിക്കാം. അടുത്ത വാക്യം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവ്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിന് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടി അനുഗ്രഹിക്കപ്പെടുന്നു. ഒരിക്കൽ എല്ലാരും പറയാം, എല്ലാരും 9-ാം വാക്യം വായിച്ചേ, എല്ലാരും ഉറക്കെ വായിച്ചേ. അങ്ങനെ വിശ്വാസികളെല്ലാം കൈ ഉയർത്താമോ? വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പൊ ആ ഉൽപ്പത്തി 12-ലെ വാഗ്ദത്തം അബ്രഹാമിനോട് മാത്രമല്ല, നിന്നെ ഞാൻ വലിയ ജാതിയാക്കുന്ന അബ്രഹാം എന്ന വ്യക്തിയോട് മാത്രമല്ല, എന്നോടും നിന്നോടുമാ. മനസ്സിലായില്ല? ഞാൻ നിന്നെ വലിയവനാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന അങ്ങണ്ടോരുന്ന അപ്പച്ചനല്ല, അവന്റെ കൂടെ നമ്മളെ അനുഗ്രഹിച്ചേക്കുവാ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ. ഈ സത്യത്തെ പിശാച് മറയ്ക്കുന്നേ. പിശാച് പറയും, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് വരാൻ പൈസ ഇല്ല, എന്തുകൊണ്ട് സ്തോത്രം ചേടാൻ പൈസ ഇല്ല, എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും കടം വാങ്ങിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ലോൺ എടുക്കുന്നു. അങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നെങ്കിൽ എന്തിന് എനിക്കിപ്പോഴും ബുദ്ധിമുട്ട്? ശരിയല്ലേ? ബൈബിൾ ഒന്ന് പറയുമ്പോൾ, എൻ്റെ സാഹചര്യം മറ്റൊന്ന് പറയുമ്പോൾ, ഞാൻ ആരെ വിശ്വസിക്കണം? നിങ്ങൾ കേട്ടില്ല.
ഹല്ലേലൂയ. ബൈബിൾ ഒന്ന് പറയും, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ബൈബിൾ പറയുന്നു. പക്ഷെ ഇതാ നാളെ രാവിലെയും ജപ്തിക്കാരൻ വീട്ടിൽ വരും, നാളെ രാവിലെയും ബാങ്കിൻ്റെ ഫോൺ വരും, നാളെ രാവിലെ എനിക്ക് എന്ത് ജീവിക്കുന്ന അറിയത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ സത്യം മനസ്സിലാക്കണ്ടേ. ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഇത് പറഞ്ഞത് വരുൺ പാസ്റ്റർ അല്ല, ഇത് പറഞ്ഞത് അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവമാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഹേ പിശാചേ, നീ കടക്കാരെ കാണിച്ച്, ലോൺ കാണിച്ച്, എൻ്റെ പലിശ കൊടുക്കാനുള്ള എമൗണ്ട് കാണിച്ച് പേടിപ്പിക്കണ്ട. എന്നോട് എൻ്റെ ഉടമസ്ഥൻ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നു, ഗലാത്യർ 3:9, ഞാൻ അബ്രഹാമിന്റെ കൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? വീണ്ടും ഞാൻ പറയാം, എൻ്റെ ശരീരത്തിൽ മുഴ. 1 പത്രോസ് 2:24 ഒന്ന് വായിച്ചു. 1 പത്രോസ് 2:24. 1 പത്രോസ് 2:24 ഒന്ന് വായിച്ചു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വരും. കണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ പറയുന്നത്. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ, എൻ്റെ ആൻറ്റി സൗഖ്യമാവോ ഇല്ലയോ ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ, ഈ അസുഖം മാറുമോ ഇല്ലെന്ന് പറയാമോ? പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ, ഈ ലോൺ ഒന്ന് കൊടുത്തു തീർക്കോ ഇല്ലേ? പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? ഞാൻ എന്തോ പ്രാർത്ഥിച്ച് പറയണ്ടേ? ഞാൻ പ്രാർത്ഥിച്ചല്ല പറയണ്ടേ, ഞാൻ വചനം വായിച്ച് പറയണം. 2023 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ 24 കോടിയുടെ കടം യേശു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് 25,000 കോടിക്ക് ആസ്തി ഉള്ളവനാക്കി നിന്നെ തീർത്തിരിക്കുന്നു. ഇതാണ് ഞാൻ പ്രവചിക്കേണ്ടത്, ഇതാണ് ഞാൻ പറയേണ്ടത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കേൾക്കുന്നതെല്ലാം വേറെയാ. ഇത് കേട്ട് നമ്മൾ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ദൈവത്തിൽ നിന്നല്ല, ഇത് കേട്ട് പറയുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് എനിക്കൊരു മാറ്റവും ഇല്ല. നിനക്ക് മാറ്റമില്ലാത്തത് നിന്റെ ബൈബിളിനൊരു മാറ്റവും ഇല്ലാത്തതുകൊണ്ടാണ്. പാസ്റ്ററെ, അന്ന് മെനഞ്ഞാന്ന് വന്ന ദേവദാസിൻ്റെ ഫോൺ നമ്പർ കിട്ടുമോ? പുള്ളി പറഞ്ഞു ഒരു പ്രത്യേക വിടുതൽ ഈ മാസം വരുന്നുണ്ടെന്ന്. അത് എപ്പോൾ കിട്ടുമെന്ന് കൃത്യമായി സമയം അറിഞ്ഞാൽ ഞാൻ വീട്ടിൽ പുറത്ത് പോകാതെ ഇവിടെ ഇരിക്കാമായിരുന്നു. പക്ഷെ അന്നൊരു ദേവദാസം വന്നില്ല. പുള്ളിയും പറഞ്ഞായിരുന്നു പ്രത്യേക ഒരു വിടുതൽ വരുന്നുണ്ടെന്ന്. യേശു ക്രൂശിൽ ചുമക്കാത്ത ഏത് പ്രത്യേക വിടുതലിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ആമേൻ. ബൈബിൾ പറയുന്നു അവന്റെ അടിപ്പിണരാൽ, പാസ്റ്ററിന്റെ പ്രവചനത്താലല്ല, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചപ്പോഴും ഇപ്പോൾ നിൽക്കുമ്പോഴും കർത്താവ് വീണ്ടും പറയുകയാണ്, ഡൈജഷന് പ്രോബ്ലം ഉള്ള, ദഹനത്തിന് പ്രോബ്ലം ഉള്ളതാ, എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. പറ, നിങ്ങളുടെ അസുഖം എന്തോ ആയിക്കോട്ടെ, ലെപ്രസി ആയിക്കോട്ടെ, ഹല്ലേലൂയ, സിറോസിസ് ആയിക്കോട്ടെ, സോറിയാസിസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ പറ സൗഖ്യം വന്നിരിക്കുന്നു. പറ സൗഖ്യം വന്നിരിക്കുന്നു. മുടി പൊഴിയുന്നതാകട്ടെ, സൗഖ്യം വന്നിരിക്കുന്നു. പറ നെർവ് ഡിസോർഡർ ആകട്ടെ, ഓട്ടോമ്യൂൺ ഡിസീസ് ആകട്ടെ, പറ സൗഖ്യം വന്നിരിക്കുന്നു. ദൈവമക്കൾ, ഈ വാക്യം നിങ്ങൾ കുറിച്ചിട്ട് ദിവസം ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ആക്ച്വലി ഈ ബൈബിളിന്റെ വാക്കിന് പറയുന്ന സ്ക്രിപ്ചർ എന്നാ. സ്ക്രിപ്ചർ എല്ലാവരും പറ, സ്ക്രിപ്ചർ. എന്ന് പറഞ്ഞ കേട്ടുള്ളൂ. സ്ക്രിപ്ചർ. When the scripture becomes picture, വാക്യം പടമാകണം. അടുത്തുള്ള നോക്കി പറ, ഇപ്പൊ നീ പടമായിരിക്കുക, നീ പടമാകുന്നതിനെ കുറിച്ചല്ല. വാക്യം, the scripture must become picture. വാക്യം
ഒരു പടവാകണം എന്ന് പറഞ്ഞാൽ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു നീ പറയുമ്പം അത് പറഞ്ഞോ നിന്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന മനുഷ്യൻ ആ മനസ്സ് ഒരിക്കൽ പറയും, നീ കാണാൻ തുടങ്ങും നീ ക്യാൻസർ ആയിട്ട് കിടക്കുന്നു എന്നല്ല, പറഞ്ഞ് നീ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇത് കാണുമ്പോൾ നീ നടക്കാൻ തുടങ്ങും. ഇപ്പൊ നീ കാണുന്ന കാലിയായ പേഴ്സാണ്, നിശ്ചയം കാലിയായി. തിരിച്ചു പോകാനുള്ള പൈസ എന്താ പാസ്റ്ററെ, എന്ത് വേണം? നീ കാണുന്നത് നിന്റെ പേഴ്സണാണ്. പക്ഷെ വാക്യം പറയും തോറും സ്ക്രിപ്ചർ വിൽ ബിക്കം പിക്ചർ. നിങ്ങൾ മനസ്സിലായില്ല? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കുക, അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞേ, നീ തല പൊക്കി നോക്കുക. നീ തല പൊക്ക നോക്ക. എല്ലാരും പറ, ഞാൻ എൻ്റെ തല പൊക്കണം നോക്കണം. തല പൊക്കി നീ വാക്യത്തെ നോക്കുമ്പോൾ വാക്യം നിനക്ക് ഒരു പടം പോലെ, ഒരു പിക്ചർ പോലെ ആകുമ്പോൾ അന്നേരം നിന്റെ പേഴ്സുകൾ കവിഞ്ഞൊഴുകാൻ പോകുന്നത്. നിനക്ക് മനസ്സിലായില്ല? വായിച്ച ഗലാത്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. ഗലാത്യർ 3-ാം അധ്യായം 2-ാം വാക്യം. ഇന്ന് രാവിലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രാപിക്കുന്നുണ്ടോ? ഓക്കെ, എൻ്റെ വൈഫും ജിക്കോൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കി ആരെങ്കിലും? ഓക്കെ, സോദർ. ഗലാത്യർ 3:2. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് ഇത്ര എല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവിൽ. എന്നാൽ ദൈവം ഗലാത്യർ 3:1 വാക്യം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട. ഗലാത്യർ 3:1 എല്ലാം ശ്രദ്ധിക്കുക. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു, എല്ലാരും പറ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ, ശ്രദ്ധിക്കണം, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങൾ ശുദ്ധം ചെയ്ത് എന്ന് പറഞ്ഞാൽ the scripture has become picture for you. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ പറയാം, ശ്രദ്ധിക്കാം. പൗലോസ് യേശുവിനെ കുറിച്ച് മെസ്സേജ് എടുക്കപ്പോൾ ഇവര് കണ്ടത് പൗലോസിനെ അല്ല, ഈ വാക്യങ്ങളിലോട് കണ്ട യേശു ക്രൂശനായി കിടക്കുന്നതാണ്. ഇവരത് കണ്ടു. എല്ലാവരും ശ്രദ്ധിച്ചേ. ആദ്യമായിട്ട് ഭൂമിയിൽ ദേഷ്യപ്പെടാൻ ക്ലാസ്സിന് പോയവരെ കൈവർ, ട്യൂഷന് പോയവർ, ദേഷ്യപ്പെടാൻ ട്യൂഷൻ ക്ലാസ്സിന് പോയവർ എത്ര പേരുണ്ട്? 2 പേരേ ഉള്ളൂ. ബാക്കി തന്നെ പഠിച്ചതാ? ഓക്കെ. ചീത്ത വിളിക്കാൻ പ്രത്യേക കോഴ്സ് എടുത്തവർ ആരെങ്കിലും ഉണ്ട്? കൈ ഉയർത്താമോ? നിങ്ങൾക്ക് ബാധമല്ല, പോലെ യൗവനക്കാരുണ്ടായിരുന്നെങ്കിൽ. കോളേജിൽ ലൈൻ അടിക്കാൻ നിങ്ങൾ ആര് പഠിപ്പിച്ചു? അങ്കിള് പറഞ്ഞ എല്ലാവരും ചിരിച്ചു. പക്ഷെ എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളൂ, പക്ഷേ ഇതൊന്നും കോഴ്സിനല്ല, കോഴ്സിന് പഠിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഞാനത് പഠിച്ചായിരുന്നു. പാസ്റ്റർ വചനം പഠിപ്പിച്ചോ മറ്റതെല്ലാം നമുക്ക് ബിരുദം തന്നെയാണ് പാസ്റ്റർ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യം, ഒരു ഭർത്താവിന് ഭാര്യയോട് ഭയങ്കര ദേഷ്യം. എന്താ വെച്ചാൽ ഈ ഭാര്യ എല്ലാവരോടും സംസാരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല എല്ലാവരോടും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ ഇവള് ആൾക്കാർ നിർത്തുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഉറങ്ങി. ഇവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? കൊണ്ട് കുത്തി വെച്ചിട്ട് ഭാര്യ കിടന്നുറങ്ങി. ഇദ്ദേഹത്തിന് വേവലാതി, നീ വേറെ ആരോട് സംസാരിച്ചോ? ഫോൺ അവസാനം നോക്കുന്ന കണ്ടു. അവസാനം ഭർത്താവ് ഉറക്കമില്ലാതെ പോയി ഫോൺ നോക്കിയപ്പം ഒരാൾക്ക് മെസ്സേജ് അയച്ചേക്കുന്നു, ബ്യൂട്ടിഫുൾ എന്ന്. ആമേൻ.
ഉറങ്ങാൻ ഇയാൾ വേവലാതി ആവലാതി. ഇദ്ദേഹം എന്ത് ചെയ്തു? കൈ എഴുതിട്ട് എഴുന്നേക്കടി, നിന്നെ അല്ല നിന്റെ അമ്മായിപ്പൻ എല്ലാത്തിനും ഞാൻ ഇപ്പൊ പുറത്തെ ഒറ്റ അടി. എല്ലാത്തിനും ആരാടി എന്നെക്കാളും ബ്യൂട്ടിഫുൾ ഇവിടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ക്ലാസ്സിന് പോയവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ട്യൂഷനൊക്കെ എടുത്തവരാണ്. അപ്പോൾ ഒറ്റ അടി കൊടുത്ത് ഇവള് എഴുന്നേറ്റ്. ഇവള് പറഞ്ഞു, അച്ഛാ ഞാൻ ആർക്കും ബ്യൂട്ടിഫുൾ എന്നൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ എന്നാ? എടുക്കണേ നിന്റെ ഫോൺ എന്ന് പറഞ്ഞു. ഫോൺ ചാർജ് ഇല്ല. ഫോൺ കുത്തിയപ്പം എഴുതി വന്നു ബാറ്ററി ഫുള്ളെന്ന്. മനസ്സിലായോ? ഇദ്ദേഹത്തിൻ്റെ ആവലാതിയിലും വേവലാതിയിലും വിഷമത്തിലും ദേഷ്യത്തിലും ബാറ്ററി ഫുള്ളിനെ കണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇതൊക്കെ ട്യൂഷന് പോകുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. കാരണം നീ ബാറ്ററി ഫുള്ളെന്ന് നീ കണ്ടപ്പോൾ നീ കണ്ടത് നിന്റെ ഭാര്യ വേറൊരാളായിട്ടിരിക്കുന്നതാണ് നീ കണ്ടത്. ദ പിക്ചർ ഇൻസൈഡ് ഓഫ് യു. ഇവൾ ബ്യൂട്ടിഫുൾ എന്ന് അമ്മയ്ക്കായിരിക്കും എഴുതിയത്, പക്ഷെ അത് പ്രോബ്ലം അല്ല. നീ ഇത് ബാറ്ററി ഫുൾ എന്ന് കാണുമ്പോൾ നിന്റെ മനസ്സിൽ മൊത്തം സിനിമ ഇറങ്ങി വരികയാണ്. ശരിയാണോ അല്ലേ? ക്യാൻസറിന്റെ ഒരു മുഴ പൊങ്ങുമ്പം നീ കാണുന്ന RCC മാത്രമല്ല, ശവപ്പെട്ടി നീ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതും കണ്ടാണ് നമ്മൾ ഓടി പ്രാർത്ഥനയ്ക്ക് വരുന്നത്. പാസ്റ്ററിന്റെ 1 പത്രോസ് 2:24 വലിച്ചു കയറണോ, ഡോക്ടർ പറഞ്ഞത് പാസ്റ്റർ. നീ സിനിമ മൊത്തം കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയാണ് how the devil operates. പിശാച് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നത്? ഹി മേക്സ് ദ ബാഡ് ന്യൂസ്, തെറ്റായ വർത്തമാനത്തെ അവൻ സിനിമയാക്കി പടവാക്കി നമ്മുടെ ഉള്ളിൽ കാണിക്കുക. ശരിയല്ലേ? മൊത്തം സിനിമ, കടം, ജപ്തി, നാട്ടുകാർ, കേസ്, വഴക്ക്, പാസ്റ്റർ ഞാൻ എല്ലാം അറിയുന്നു, ഞാനിതാ മലക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആദ്യമേ എനിക്കൊരു കൃപ തന്നു. മോനെ, ആദ്യമേ ഈ ഫോൺ അങ്ങ് ഓഫ് ചെയ്തിട്ടോ, ഇല്ലെങ്കിൽ എല്ലാ ആവലാതി നിന്റെ തലയിലോട്ട് വരും. ഹല്ലേലൂയ. Because the scripture, വാക്യം നിന്റെ ഉള്ളിൽ സിനിമയാകുമ്പോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു സിനിമ പോലെ നിന്റെ മുമ്പിൽ വന്നിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരോടെ പറ, നീ തിരിച്ചു പോകുമ്പോ നിന്റെ വീട് പണിതീരാത്ത വീട് തന്നെയാകട്ടോ, പക്ഷെ ഇവിടെ നീ ഒരു സിനിമ കാണണം, ഒരു പാല് കാച്ചുന്ന സിനിമ നീ കാണണം. നീ കാണണം. നീ നടന്നാ വന്നത് കറക്റ്റാ, നീ നടന്നാ വന്നത്, പക്ഷെ ഒരു സിനിമ കാണണം. നീയും നിന്റെ ദേശവും, നീയും നിന്റെ കുടുംബവും, നീയും നിന്റെ തലമുറയും കർത്താവിനെ സേവിക്കുന്ന നീ കാണേണ്ട പടവാ. പിശാച് കാണിക്കുന്ന സിനിമ വിളമ്പാനല്ല നിന്നെ വിളിച്ചത്. പിശാച് പറയുന്ന പടം ഛർദ്ദിക്കാനല്ല. എന്റെ യേശുവിന്റെ പടം, എന്റെ യേശു എന്ന ദർശനം. Hallelujah. That is the picture. അതുകൊണ്ട് ഏലിയാവ് തളർന്നു കിടന്നത് യെസബേൽ പറഞ്ഞുകൊണ്ടല്ല, ഇവൻ പടം കാണുകയാണ്. ഞാൻ ചത്തു. നീ ചാവുന്നതിന് മുമ്പേ നീ ചത്തു, ഇനി എന്താ ചാവായിരിക്കുന്നു? പക്ഷെ സ്ക്രിപ്ചർ, ദൈവമക്കളെ ഞാൻ ആരോടെ പറയുക, നിന്നെ തിരക്കിട്ട് പിശാച് ഓടിക്കും ബൈബിള് വായിപ്പിക്കാതെ. കാരണം ബൈബിള് വായിച്ചാ നീതിമാന്റെ പാത ശോഭയുള്ള പാതയാ. ഞാൻ പറയുന്നില്ല കൂരിൽ താഴ്വരെ കൂടെ നീ പോത്തില്ല എന്ന്, പക്ഷെ അവിടെയും അവന്റെ വലം കൈ നിന്നെ നടത്തുന്നത് നീ കാണും. നീ കാണും. ഞാനിത് ചുമ്മാ പറഞ്ഞ് കയ്യടി വാങ്ങിക്കുന്നല്ല. കൊറോണ പാസ് ചെയ്ത് വന്ന ജനവായത്. ഇത് ചെങ്കടലിൽ അപ്പുറത്ത് കടന്ന ജനവാ. വാഗ്ദത്തത്തെ കൈവശമാക്കാതിരിക്കുവോ? The scripture must become picture. വാക്യങ്ങൾ ഒരു സിനിമയാകണം. അത്രമാത്രം വാക്യം പറയണം, അത്രമാത്രം. അതുകൊണ്ട് ദൈവം പറഞ്ഞേ, കടലിലെ മണൽത്തരെ നോക്ക്, ആകാശ നക്ഷത്രം നോക്ക്. ദൈവം പടങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പടം കാണിച്ചു കൊടുത്തു.
ദൈവം എവിടെയും പടമാണ്. ദൈവം ആദ്യം നിങ്ങളെ പടം കാണിക്കുക. എല്ലാവരും അടുത്തുള്ള നോക്കി, പിശാച് എന്നെ പടമാക്കുമെങ്കിൽ ദൈവം എന്നെ പടം കാണിക്കുന്നവനാ. ആമേൻ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ചില വീടുകളുടെ അകത്ത് ദൈവശക്തി കയറുകയാണ്. റബ ഷാഥ റബ, ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന. ഇതുവരെ നിന്റെ വിവാഹം നടന്നില്ല, പക്ഷെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച്. ഞാൻ എൻ്റെ വിവാഹം നടക്കുന്നതിന് മുമ്പേ എന്നെ ദൈവം അതുപോലെ പ്രയറിക്കേറ്റ്. ദൈവം അതിനു മുമ്പ് എൻ്റെ പടം തന്നു. ദൈവം എനിക്ക്, നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ദൈവത്തെ പാടും, നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ഉയർത്തും. എന്നിട്ട് ദൈവം തന്ന പടം ഇതാ, നിങ്ങൾ ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും. പടം പോലെയാണ് ഇന്ന് സംഭവിക്കുന്നത്. ദൈവം തരുന്ന പടം എങ്ങനെ പാസ്റ്റർ? പടം വാക്യം വീണ്ടും 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 ഉറക്കെ പറയണം. ഹല്ലേലൂയ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. റബ ശഖ റബ ശറബഡ റബ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. Genesis 3:8 onwards. യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാൻ. 3:7 വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. ഒരു വാക്യം, 6-ാം വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പിശാച് വരുത്തിയ ദോഷം ശ്രദ്ധിച്ചോണം, അതിന്റെ പ്രോസസ് ശ്രദ്ധിച്ചോണം, എല്ലാം ശ്രദ്ധിച്ചോണം. എല്ലാവരും ഉറക്കെ വായിക്കാം, ടിവിയിലുണ്ട്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും. ശ്രദ്ധിക്കുക, ഈ വാക്യം ശ്രദ്ധിക്കണം. കാൺമാൻ, ഇതിലാണ് കളിയിരിക്കുന്നത്. ആമേൻ. കാൺമാൻ, ഭംഗിയുള്ളത്. അമിത് എപ്പോഴും പറയും, അച്ഛാ നമുക്ക് ഹോം ഡെലിവറി ചെയ്താൽ മതി. അതിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കാണുന്ന എല്ലാം നമ്മൾ ഇതിനകത്ത് പിടിച്ചിടും. നിങ്ങൾക്ക് ആർക്കും ആ പ്രശ്നമില്ലാന്ന് എനിക്കറിയാം. പണ്ടൊരു ദിവസം പറഞ്ഞ പോലെ പിശാച് നടത്തുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയാം, ആ വഴി പോയാൽ ഭാര്യയ്ക്ക് അവിടെ ഇറങ്ങിയേ പറ്റൂ. അതുവരെ ഒരു പ്രോബ്ലം ഇല്ല. ആ സൽവാർ തൂങ്ങി കിടക്കുമ്പോൾ 2 തയ്ച്ചേ പറ്റൂ. നിങ്ങൾ ആരുമല്ല, നിങ്ങളൊരു ഹല്ലേലൂയ പറ. ഇതൊക്കെ ചൊവ്വയിലൊക്കെ ഉള്ളവരുടെ കഥയാണ്. ആമേൻ. അപ്പൊ കാണുന്ന ഒരു സാധനം ഭംഗിയുള്ളതും, കാണാൻ ഭംഗിയുള്ളതും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു. എല്ലാരും പറ, സ്ത്രീ കണ്ടു. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടു. ഫലം ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അല്ലല്ലേ, തിന്നുന്ന കാലം പിന്നെ പണ്ടേ നമ്മൾ മലയാളികളും മനുഷ്യർ യാതൊരു കുറവും വരുത്താറില്ല. എന്ത് കിട്ടിയാലും തിന്നും. മിന്നുന്നതെല്ലാം പൊന്നല്ലെങ്കിലും കിട്ടുന്നതെല്ലാം നമ്മൾ തിന്നാറുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവനും തിന്നു. ഇനി ഇവർ കണ്ടു, കാൺമാൻ കണ്ടു. ഇത് ദൈവം കൊടുത്ത കാഴ്ചയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വാക്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. എല്ലാം ശ്രദ്ധിക്കണം. എത്ര ആർക്കും മനസ്സിലാവുന്നുണ്ട്? എത്ര ചില പ്രാപിക്കുന്നുണ്ട്? ഓക്കെ, ഈ സൈഡിലുള്ളവരേ ഉള്ളൂ. നിങ്ങൾ ആരും ഒന്നും പ്രാപിക്കുന്നില്ല. കർത്താവെ, ക്ലോറോഫോം വല്ലതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരണേ. ഓക്കെ, 2:19. യഹോവയായ ദൈവം, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന്. ഓക്കെ, എല്ലാവരും ഉറക്കെ വായിച്ചു. എല്ലാവരും ഉറക്കെ. ഈ ഭാഗം ടിവിയിലുണ്ട്. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യർ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് ശ്രദ്ധിക്ക. കാൺമാൻ. ആ വാക്യം ശ്രദ്ധിക്കണം. വീണ്ടും അവിടെ എഴുതിയിരിക്കുക, കാൺമാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. നിങ്ങൾക്ക് മനസ്സിലായോ? മാറ്റല്ലേ ഈ വാക്യം. ഇംഗ്ലീഷ് ശ്രദ്ധിക്കണം. ആൻഡ് brought them unto Adam to see. ആദാം കാണാൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻ സിസ്റ്റർ 2 പിള്ളേരുണ്ട്. 2 പേര് എനിക്കറിയാം. 3-മതൊരു കൊച്ചു എന്ത് പേരിടും?
വിജി ഷിമീഷ്. അടുത്തൊരു പേരും കൂടെ പറ. നിനീഷ് നീട്ടോ. അടുത്തൊരു കുഞ്ഞും കൂടെ പേര് പറ. ജിനീഷ് നീട്ടോ. അടുത്തൊരു കുഞ്ഞ്. സിനീഷ്. അടുത്തൊരു കുഞ്ഞ്. ഇനീഷ്. അടുത്തൊരു കുഞ്ഞ്. എന്നാലും 26 പേരെ ആൻറ്റിക്ക് ഇടാൻ പറ്റും. ജോസ് ബേർണ്, ആറണ്ണും ഏബനും. അടുത്തൊരു മൂന്നാമത്തെ ഒരു കുഞ്ഞ് ജനിച്ച ഏതൻ. അടുത്ത ഏബൽ. പിന്നെ ആമേൻ. സിസ്റ്ററിന്റെ പിള്ളേർ ജനിച്ച എത്ര വിളിക്കും? ശരി, നിങ്ങൾ പിള്ളേരുടെ കാര്യം വേണ്ട. വീടുകൾ എത്ര ഉണ്ടെങ്കിൽ ഹാസബ്രാർ വീടുകളുണ്ട് എത്ര വിളിക്കും? റഹോബോത്ത്, ബത്സേദ, ഗലീലി, യോർദാൻ, റഹോബോത്ത്. ഇനി കൂടിപ്പോയ ഒരു 20-25 പേരുകൾ നിങ്ങൾക്ക് വിളിക്കാം. ശരി, അതിൽ കൂടുതൽ വിശ്വസിനോട് ചോദിക്കട്ടെ. നമുക്ക് കുറേ സ്ഥലങ്ങളുടെ പേര് പറയാം. വെങ്ങാനൂർ, കൊടുങ്ങാനൂർ, കിളിമാനൂർ, ഇങ്ങനെ 10 പേര് പറയാം. പാസ്റ്ററെ ഞായറാഴ്ച വന്ന് കേൾക്കാനാണ് വിളിച്ചത്, ഇങ്ങനെ പേര് പറയാനല്ല വിളിച്ചത്. പേരിട്ട സ്ഥലം പോലും നിങ്ങൾ കൂടിപ്പോയ വെങ്ങാനൂർ, കിളിമാനൂർ, കൊടുങ്ങാനൂർ, വേങ്ങോട്, തുടങ്ങി. വിളിച്ചു ആദാമാര് തുടങ്ങട്ടെ. വെങ്ങാനൂർ എന്ന് പറഞ്ഞിട്ട് കരവാളൂർ എന്നും പറഞ്ഞു. കൂടിപ്പോയ 20-25 അപ്പുറത്ത് പോകത്തില്ല. ജന്തുക്കളും മൃഗങ്ങളും 20-25 അല്ല. ആന, കൊമ്പനാന. പിന്നെ ഈ ഇടയ്ക്കൊരു ആന വന്നല്ലോ. അങ്ങനെ ആന തന്നെ പലതരം. ഇനി സിംഹം. ആമേൻ. ഏതൊക്കെ സിംഹം? നിങ്ങൾ വീണ്ടും LKG പോകേണ്ട സമയമായി. വൈറ്റ് ടൈഗർ, ലെപ്പേർഡ്, ജാഗ്വർ, ലയൺ, ചീറ്റ, പാന്തർ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ സകല മൃഗങ്ങളെയും കൊണ്ടുവരികയാണ്. അന്നേരം ആനയ്ക്ക് പേരിട്ടത് ദൈവമല്ല, ആദാമ. ഈ സാധനത്തെ വന്നപ്പോഴേ ഇവൻ കാണുകയാണ്, ഇത് ആന. ഇതോ ഇത് ആഫ്രിക്കൻ ആന, അതോ വെള്ളാന, അത് കൊമ്പനാന. നീ LKG പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് മനസ്സിലായി? ഇത് ഉറുമ്പ്, ഇത് കട്ടുറുമ്പ്, ഇത് മറ്റേ കറുത്തൊരുറുമ്പുണ്ടല്ലോ, എന്തോ ആ ഉറുമ്പ്. ഇത് നീറ്, ചോനൽ, തടിയൻ ഉറുമ്പ്, മെലിഞ്ഞ ഉറുമ്പ്, കടിക്കുന്ന ഉറുമ്പ്, കൊരയ്ക്കുന്ന ഉറുമ്പ്. ഇത് റോട്ട്വൈലർ, ഇത് ഡോബർമാൻ, ഇത് ജർമ്മൻ ഷെപ്പേർഡ്. ഇത് ഇങ്ങനെ he has to call innumerable animals. അസംഖ്യമായ ജന്തുക്കളെ വിളിക്കണം. എൻ്റെ ചോദ്യം, ഇവന് എവിടുന്ന് ഈ പേര് കിട്ടി? നമ്മളിപ്പം കിളിമാനൂരും കരവാളൂരൊക്കെ പോയത് കൊണ്ടാണ്. പക്ഷെ അല്ലെങ്കിൽ എവിടുന്ന് പേര് കിട്ടി? ഇവൻ കണ്ടപ്പം പേര് വന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ലാസർ മരിച്ചു. ഒടുക്കത്ത് ആദാം നിന്നിട്ട് പറയാണ്, ഇത് മരിച്ചില്ല, ദൈവനാമം മഹത്വം. ആദാമിന്റെ കാഴ്ച കണ്ടിട്ട് പറയാ, ഇത് മരണമല്ല, ഞാൻ ഉയർത്തെഴുന്നേൽപ്പ് കാണുന്നു. അപ്പൊ മാർത്ത വന്നിട്ട് പറയും, ശവത്തെ കണ്ടില്ലേ? ശവത്തിന്റെ നാറ്റം അനുഭവിക്കുന്നില്ലേ? 4 ദിവസമായി. ഉടനെ ഈ ആദാം നിന്നിട്ട് പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? ഞാൻ ആരോടാ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ കാണട്ടെ നിന്റെ പ്രവചനങ്ങൾ, നീ കാണട്ടെ നീ പ്രാർത്ഥിച്ച വിഷയം, നീ കാണട്ടെ. May you see, let your eyes be open. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ബസ്സിൽ കയറുമ്പോൾ നീ കാണേണ്ടത്, ഇനി അടുത്ത ബസ്സിൽ പോവാനും ഓട്ടോയ്ക്ക് പോവാനും പൈസ ഇല്ലാത്തവനായിട്ടല്ല കാണണ്ടേ. ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഭൂമിയിൽ സകല ജാതികൾക്കും മീതെയാണ്. ഞാൻ വാളല്ല, ഞാൻ തല തന്നെയാണ്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും.
നമ്മളെ ബൈബിൾ കോളേജ് വെച്ച് നമ്മളിങ്ങനെ പറയുമായിരുന്നു, യു ഡോണ്ട് ഗിവ് ടു ബി ബ്ലെസ്ഡ്. നീ കൊടുക്കുന്നത് അനുഗ്രഹിക്കപ്പെടാനല്ല. മനസ്സിലായോ? അതുവരെ നമ്മളെങ്ങനെയാണെന്നറിയോ? ത്രിവേണിയിൽ ചെറുപയറിന് എത്ര രൂപ? 1/2 കിലോ 26 രൂപ. മാർജിൻ ഫ്രീയിൽ 30 രൂപ. കുഴപ്പമില്ല. 4 രൂപ ലാഭിക്കാൻ 30 കിലോമീറ്റർ ഓടിച്ച് ചെറുപയർ വാങ്ങിക്കും. ഇവിടെ ആരുമല്ല. നിങ്ങളൊരു ഹല്ലേലൂയ പറ. ഈ പച്ചക്കറി കടയിൽ നാരങ്ങ എത്ര? അവിടെ 7 രൂപ. അവിടെയോ 10 രൂപ. 10 രൂപയോ വീട്ടിൻ്റെ അടുത്ത്? കുഴപ്പമില്ല. അങ്ങ് 3 കിലോമീറ്റർ അപ്പുറം 7 രൂപയേ ഉള്ളൂ. ടോട്ടൽ 300 രൂപ മുടക്കി നീ 3 രൂപ ലാഭിച്ചു. അവർക്കാർക്കും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല? ആമേൻ. പണ്ട് ഗിരീഷ് പണ്ട് എയർടെലിൻ്റെ റീചാർജ് കാർഡുണ്ട്. 10-20 രൂപ. ഈ 10 രൂപ ഇട്ട് ചുരണ്ടും. എന്നിട്ട് ആരുമില്ല, ഈ ചുരണ്ടി 10 രൂപ 6 രൂപ റീചാർജ് കിട്ടും. എന്നാലും 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യത്തില്ല. കാരണം അങ്ങനെ ചുരണ്ടിയവരൊക്കെ ഹല്ലേലൂയ പറയാമോ? ആമേൻ. പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കും 30 രൂപയ്ക്കാണ് മിനിമം പെട്രോൾ അടിക്കാൻ പറ്റുന്നത്. 30 രൂപ. ഇപ്പം 50 ആയെന്ന് തോന്നുന്നു. 30 രൂപയ്ക്ക് പെട്രോൾ അടിക്കും, എന്നിട്ട് പോവും, ബാക്കി തള്ളും. എന്നാലും 50 രൂപയ്ക്ക് അടിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? പൈസ ഇല്ലാത്തതല്ല, ചിന്താഗതിയാണ്. പൈസ ഇല്ല, 30 രൂപ മുടക്കിയ പിന്നെ എങ്ങനെ ജീവിക്കും? 10 രൂപയും കൂടെ സ്വത്രാഴ്ച പിന്നെ എങ്ങനെ ജീവിക്കും? നീ കാണുന്നതേ നീ ദരിദ്രനായിട്ടാണ്. യു സീ യോർസെൽഫ്. നീ നിന്നെ തന്നെ കാണുന്നത് ഒന്നുമില്ലായേ, എനിക്കൊന്നുമില്ലായേ. ആ പാട്ട് ഏതാ? ഒന്നുമില്ലായേ, ഈട്ട സ്തോത്ര കാഴ്ചാൽ അതൊന്നുമില്ലായേ. നിങ്ങൾ ആരും ആ കൂട്ടത്തിലല്ല. നമ്മളൊരു ഹല്ലേലൂയ പറ. ചിലർ അടുത്ത് വരുമ്പോ അറിയാം, അവർ പറയുന്ന മൊത്തം ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. പക്ഷേ ചിലർ അങ്ങനെയല്ല. കൊടുക്കുന്നത് അനുഗ്രഹം പ്രാപിക്കാനല്ല, അനുഗ്രഹിക്കപ്പെട്ടവനാടാ ഞാൻ. അനുഗ്രഹിക്കപ്പെട്ടവനാ ഞാനാ. ഒരു ദേവദാസന്റെ അമ്മയ്ക്ക് ക്യാൻസർ. ദൈവദാസൻ ഭയങ്കര പ്രവചനം. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ക്യാൻസർ. മറ്റൊരു ദേവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ക്യാൻസറാ, റേഡിയേഷൻ തുടങ്ങാൻ ഡോക്ടർ പറഞ്ഞു. ദേവദാസൻ ഒന്ന് പ്രാർത്ഥിക്കാവോ? ദേവദാസന്റെ മറുപടി, ഇപ്പൊ സമയമില്ല. നമ്മളെല്ലാവരും ഈ പുള്ളിക്കൊരു കല്ലെടുത്ത് തലയിട്ട് കൊടുത്തന്നെ. പുള്ളി പറയാ, നിന്റെ അമ്മ എത്ര ആയുസ് ജീവിക്കണമെന്ന് നീ എഴുതി വെക്കാൻ പറഞ്ഞു. ക്യാൻസർ ഡയഗ്നോസ് ദിവസം പറയാ, നിന്റെ അമ്മ എത്ര നാൾ ജീവിക്കണം നീ പറയാൻ പറഞ്ഞു. ദീർഘായുസ് കൊണ്ട് എന്റെ അമ്മയെ തൃപ്തി വരുത്തും, 90 കഴിയും. ശ്രദ്ധിക്ക, 6 മാസത്തിനുള്ളിൽ ക്യാൻസർ ഫ്രീ ആയി. 6 മാസത്തിന്റെ ഉള്ളിൽ ക്യാൻസർ ഫ്രീ ആയി. നീ കാണുന്നതിനെ തകർക്കാൻ പിശാചിന് പറ്റത്തില്ല. ആരോടാ ഞാൻ പറയാ? നീ ഉന്നത സ്റ്റേജുകളിൽ നിൽക്കും, നീ ഉന്നത പ്ലാറ്റ്ഫോമിൽ നിൽക്കും, നീ പാടും, നീ പ്രസംഗിക്കും, നീ പ്രവചിക്കും, നീ ശുശ്രൂഷിക്കും, നീ വലിയ ഉദ്യോഗസ്ഥരോട് നിൽക്കാറും. See yourself. See. Raba shaka raba latha raba. ആരോട് പറയാ? നിന്റെ മക്കള് ഇപ്പൊ തലതെറിച്ചവനാ. പക്ഷെ ആ തലതെറിച്ചവനായിട്ടല്ല നീ കാണണ്ടേ, നക്ഷത്രങ്ങളെ പോലെ നീ കാണണ്ട അവനെ. പറ, എന്റെ കുഞ്ഞ് നക്ഷത്രമാ. പറ, എന്റെ മോള് നക്ഷത്രമാ. പറ, എന്റെ തലമുറ നക്ഷത്രമാ. They are a star. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാരും ചെയ്ത് കിട്ടിയിട്ട് പറയാതിരിക്കുക. വായിച്ച ആ വാക്യം ഒന്ന് വായിച്ചേ. സകല ജീവജന്തുക്കൾക്കും ഉറക്കെ വായിച്ചേ.
എല്ലാരും ഉറക്കെ വായിക്കുന്നു. എല്ലാരും ഒരിക്കൽ കൂടെ. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യനിട്ടതാ പേരായത്. ദൈവം കാണാൻ നിനക്ക് അധികാരം തന്നെങ്കിൽ ഇനി പേരിടുന്നത് ദൈവമല്ല, നീയാണ്. ഹല്ലേലൂയ. മോടന്തനോട് ദൈവം പറഞ്ഞു, നീ ഇനി മോടന്തനമല്ല, നീ ദൈവത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുത്തൻ കുള്ളന, അവൻ കുള്ളന, ഓൾറെഡി കുള്ളന. അവന്റെ ആൾക്കാർ വിളിച്ചു ഷൗൽ, കുള്ളൻ, ഷൗൽ, കുള്ളൻ. ദൈവം പറഞ്ഞു, ഇനി നീ കുള്ളനല്ല, നീ തെരഞ്ഞെടുക്കപ്പെട്ട പൗലാണ്. നിങ്ങൾ ആമേൻ പറയുന്നില്ല, നിങ്ങൾ ആമേൻ പറയുന്നില്ല. ശരി, നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരുത്തനും മക്കളെ ഇല്ല. മക്കളില്ലെങ്കിൽ കുഴപ്പമില്ല, കുഞ്ഞു പേരും. ഇത് 75 വയസ്സ് കഴിഞ്ഞു. ആണ് ദൈവം പറയാണ്, പേരെന്താ? അബ്രാം. എന്താ പേര്? അബ്രാം. എന്താ പേര്? അബ്രാം എന്ന് പറഞ്ഞാൽ എന്താ? അബ്രാം. ദൈവം പറഞ്ഞു, ഇനി നിന്റെ പേര് അബ്രാം എന്ന് വിളിക്കത്തില്ല, ഞാൻ ഒരു പടം തരാം. ആ പടമാണ് അബ്രഹാം. എന്ന് പറഞ്ഞാൽ ബഹുജാതികൾക്ക് പിതാവ്, ബഹുജാതികൾക്ക് നീ പിതാവ്, father of many nations. ഞാൻ ഈ സഭയോട് പറയാ, this is the church for nations. 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 Come on, receive it. രാജ്യങ്ങളുടെ കൊടിയെ ഞാൻ ഇവിടെ കാണുകയാ, രാജാക്കന്മാരെ ഞാൻ ഇവിടെ കാണുകയാ, രാജ്യങ്ങളുടെ കൊടിയെ ഞാൻ കാണുക. Come on, just worship him. നിന്റെ സാഹചര്യമല്ല, നീ എന്ത് കാണുന്നു? ഈ പ്രസംഗം കേൾക്കുമ്പോൾ നീ എന്ത് കാണുന്നു? What do you see? നീ എന്ത് കാണുന്നു? യേശുവേ, റേവാ ഷേഖേലേരേരേരേ യമലാഥേ നരാരബാരേ ഖേലേദാ. ഓ, അങ്ങേക്കു തുല്യനായ ആരുമില്ല, പുതുവഴിയൊരുക്കി എന്നെ നടത്തുന്നവൻ. അങ്ങേക്കു തുല്യൻ ആരുമില്ല, പുതുവഴിയൊരുക്കി എന്നെ നടത്തുന്നവൻ. പ്രാപിച്ചോ. ദൈവശക്തി അടിക്കുക. ഒരു പുതിയ പടം.
ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കൺവെൻഷനുകളെയാണ്, ഞാൻ കാണുന്ന വലിയ ജനക്കൂട്ടത്തെയാണ്, ഞാൻ കാണുന്ന വലിയ വലിയ സമുദ്രങ്ങളെ പോലെ ജനമാണ്, ഞാൻ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ്, ഞാൻ കാണുന്ന മന്ത്രിമാർ നമുക്കായി വെയിറ്റ് ചെയ്യുന്നതാണ്, ഞാൻ കാണുന്ന ചരിത്രത്തെ മാറ്റാൻ കഴിവുള്ളവർ ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. തേജസ്സാണ്. I see miracles here. I see miracles here. I see miracles here. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോണം. നിങ്ങൾക്ക് നിൽക്കാം, ഇരിക്കാം, കിടക്കാം. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോണം. പക്ഷെ നീ പേടിച്ചിരിക്കേണ്ട ഗിദെയോനല്ല, നീ പരാക്രമശാലിയാണ്. You are a mighty man of valor, of valor. എല്ലാ കടലും അടച്ച് അന്യഭാഷയെ പ്രാർത്ഥിച്ചേ. എന്തിനാ ദൈവം നമുക്ക് അന്യഭാഷ എന്നറിയാമോ? ഈ പടം നല്ലതായിട്ട് കാണാനാണ്. ഈ കൂടുതൽ അന്യഭാഷ പറയുന്നതോറും ഈ പടം കൂടുതലായി വെളിപ്പെടും. കൂടുതൽ അന്യഭാഷ പറയുന്നതോറും ഈ പടം കൂടുതൽ വെളിപ്പെടും. സൗഖ്യം കൂടുതൽ നടക്കുന്ന ഈ പടം എത്രമാത്രം നല്ലതായിട്ട് കാണുന്നോ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വേക്കന്റ് പ്ലോട്ടുകളെ ഞാൻ കാണുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ വേക്കന്റ് പ്ലോട്ടുകളെ ഞാൻ കാണുന്നു. നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വിളിക്കും. ബാബാസ്ട്രേ, ഇവിടെ നിങ്ങളെ സഭാരാധന നടത്തിക്കോ. യേശുവാ. ഇതിനകത്ത് വാഹനങ്ങളില്ലാത്തവർ വാഹനം കണ്ടോണം. വാഹനം കണ്ടോണം. മതി. ഇത്രയും നാൾ നീ ബസ് കയറി, എന്താ മാറ്റമില്ലാത്ത? നീ വാഹനം കാണ. ആ പടം എടുത്ത് വെച്ച് പ്രാർത്ഥിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമുക്കൊരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ ഹല്ലേലൂയ സഭാരാധന നിർത്താം. നമുക്ക് സഭാരാധന ആശീർവാദം പറയാനേ പറ്റത്തുള്ളൂ. തുടങ്ങിയത് പരിശുദ്ധാത്മാവാണ്, നിർത്തേണ്ടത് പരിശുദ്ധാത്മാവാ. ആമേൻ, ഹല്ലേലൂയ. എത്ര റെഡിയാ? എത്ര ചിലത് പ്രാപിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് വ്യക്തമാണ് ദൈവമക്കളെ, നിങ്ങളെ തെരഞ്ഞെടുത്ത് കർത്താവ് കൊണ്ടുവന്നതാ. കാരണം നിങ്ങൾ നാറ്റത്തിന്റെ ആൾക്കാരല്ല, മാറ്റത്തിന്റെ ആൾക്കാരാണ്. അങ്ങനെ നീ കല്ലറക്കാത്ത നാറാനല്ലടാ, നിന്നെ കല്ലറന്ന് പുറത്തിറക്കി മാറ്റങ്ങൾക്ക് വേണ്ടി നീ ഓർത്തതാ. തകരുകയില്ല, നീ തളരുകയില്ല, നീ പടരും, നീ ഫലം കഴിക്കും. Fire of the Holy Ghost, fire of the Holy Ghost. Raba baba, raba raba, raba raba raba. 2 കൊരിന്ത്യർ 4-ാം അധ്യായം, 2 കൊരിന്ത്യർ 4:16. ഹല്ലേലൂയ. ഞാനേ ആദ്യം മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴല്ലേ പട്ടണം നടുക്കും കസാര വാങ്ങിക്കാൻ പൈസയും. ആദ്യമൊക്കെ ഒരു കസാര വാങ്ങിക്കാൻ പൈസയില്ല, ഒരു സ്തോത്രകാഴ്ച പെട്ടി വാങ്ങിക്കാൻ പൈസയില്ല, ഒന്നുമില്ല. മനസ്സിലായോ?
വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് മാത്രമല്ല, ഇത് തളർത്താൻ, ഞാൻ ഈ തുടങ്ങിയത് തളർത്താൻ ആ സമയത്തിനെ തകർക്കാൻ നിൽക്കുകയാണ്. ഞാൻ ദേവസ്വം ബോർഡിലൊരു ഇതുപോലെ റൂഫിൻ്റെ മേളിലാണ്. അപ്പോൾ അവിടെ വെളിയിൽ ഇതിനകത്ത് ആരൊക്കെ വരുന്നു എന്ന് നോക്കാൻ ആൾക്കാർ. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയില്ല ദൈവം തന്ന ദർശനത്തിൻ്റെ ശക്തി. നെഹമ്യാവ് മതിൽ പണിയാൻ നോക്കാൻ പോയതേ ഉള്ളൂ, അപ്പോഴേ ശത്രു വന്നു ദൈവം പൂർത്തീകരിക്കുമെന്ന് ചോദിക്കാൻ. നിനക്കറിയത്തില്ലെങ്കിലും നിന്റെ ഉള്ളിലെ ദൈവാത്മാവിന്റെ ശക്തി ശത്രുവിന് നല്ലതായിട്ട് അറിയാം. ഹല്ലേലൂയ. സ്തോത്രകാഴ്ച വെട്ടിയെടുക്കാൻ പ്രാർത്ഥിച്ചാണ് സ്തോത്രകാഴ്ച വെട്ടി വന്നത്. അതൊരു കാർഡ്ബോർഡ് ബോക്സ് ഇങ്ങനെ കവർ ചെയ്തൊക്കെ ഇട്ടു. പിന്നെ കസാര വാങ്ങിച്ചു, 4-5. ആ കസാര താഴെ കിടക്കുന്ന 4-5 കസാര. ദൈവമക്കളെ, അന്ന് തൊട്ടേ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ആൻഡ്രൂ മാക്കൻ ദേവദാസന്റെ ഒരു വാക്കാണ്. എന്നാൽ ഒന്നുമില്ലാത്ത സമയത്ത് പറയാം, യുവർ ഫ്യൂച്ചർ ഇസ് സോ ബ്രൈറ്റ്, യു ഹാവ് ടു സ്ക്വിൻ ടു സീ ഇറ്റ്. നിന്റെ ഭാവി ശോഭയേറിയതാ. ഏതാ? കസാര വാങ്ങിക്കാൻ പൈസയില്ല, സ്തോത്രാഴ്ച വെട്ടി വാങ്ങിക്കാൻ പൈസയില്ല. നിന്റെ ഭാവി ശോഭയേറിയതാ. നിന്റെ കണ്ണ് ചിമ്മത്തക്കോണം അതിന്റെ പ്രകാശം ഭയങ്കരമാണ്. ഹല്ലേലൂയ. കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഏത് ചർച്ചിൽ ഏത് പാസ്റ്ററോട് വരുൺ മാത്യു എന്ന് പറഞ്ഞാൽ, ഓ ആ പാസ്റ്ററോ, അവർക്കറിയാം. എൻ്റെ അഡ്രസ് കാർഡ് കൊടുത്തതല്ല, ദൈവം കാണിച്ച ദർശനമാണ്. നിന്റെ ഭാവി ശോഭയുള്ളതാണ്. ഇന്ന് അതേ വാക്ക് ഞാൻ ചിലരെ സംരംഭങ്ങളെ നോക്കി പറയാ, നിന്റെ ഭാവി, നിന്റെ തലമുറ, നിന്റെ കുടുംബം ശോഭയേറിയതാ. കണ്ണ് ചിമ്മത്തക്കവണ് അത് വലുപ്പമേറിയതാ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാം വാക്യം, വേഴ്സ് 16. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അല്ല, 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് എല്ലാരും ഉറക്കെ വായിച്ചേ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. ആർക്കെങ്കിലും അധൈര്യം ഉണ്ടോ ഇതിനകത്ത്? ആർക്കുമില്ല, അധൈര്യമൊക്കെ പോയി. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. എങ്കിലും എല്ലാരും പറ, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. അതാര് മൈൻഡ് ചെയ്യുന്നു? നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ജോസ് ബേർ മാത്രമേ മൈൻഡ് ചെയ്തുള്ളൂ, ബാക്കി എല്ലാവരും. മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. അതാര് അതാരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറ. അതാരും നിങ്ങൾ ചിരിച്ചോണ്ട് പറ, അതാരും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴറിയാം പുള്ളി പറഞ്ഞോണ്ട് ഏറ്റു പറഞ്ഞാ അത് പറ. അതാരും മൈൻഡ് ചെയ്യുന്നില്ല. എങ്കിലും അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. പുതുക്കം പ്രാപിക്കും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നീ ഒറ്റപ്പെടുമ്പോ നീ കാണുന്ന നിനക്ക് ആരും ഇല്ലെന്നാ, പക്ഷെ ദൈവം കാണുന്ന നീ ഒരു സൈന്യമായി മാറുമെന്ന്. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിനെ ഏകനായി വിളിച്ച അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, നിന്നും ശ്രദ്ധിച്ചോ. ഒരേരിയയിൽ നിന്ന് ദൈവം ഒരാളെ വിളിക്കത്തുള്ളൂ. മനസ്സിലായോ? പാറശാലയിൽ എത്ര പേര് വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഇല്ല, ഒരാളെ വരുന്നുള്ളൂ. കൊടുങ്ങാനൂരിന് എത്ര പേര് വരുന്നു വെച്ചാൽ 2 പേരെ വരുന്നുള്ളൂ. പേരൂർക്കട എത്ര? എപ്പോഴും ദൈവം ഒരാളെ ഒരു ഏരിയ വിളിക്കത്തുള്ളൂ. കൈതമുക്കിന്ന് എത്ര പേര് വരുന്നു? ഈ ഒരുവനെ ദൈവം അങ്ങ് അനുഗ്രഹിക്കും. ഇവൻ വർദ്ധിക്കുന്നതാണ്. ഇന്ന് കൊടുങ്ങാനൂരിൽ വന്നാൽ 4 വീട്ടിൽ ഒരെണ്ണം വിശ്വാസിയാണ്. ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ട ദേശം അറിഞ്ഞിരിക്കും. അതാണ് ഈ ശക്തി. അത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പെരുകിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ദൈവം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോട്ടെ. ഈ എല്ലാവരുടെ മേലും ദൈവം പകർച്ച പകരും. എല്ലാവരുടെ മേലും. ഹല്ലേലൂയ. എല്ലാവരും പ്രവചിക്കും,
ഏലിയാവും പ്രവചിക്കും, ഏലീശയും പ്രവചിക്കും, പ്രവാചക ശിഷ്യന്മാരും പ്രവചിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പുതപ്പ് പ്രവാചക ശിഷ്യന്മാരുടെ മേലല്ല, ഏലീശയുടെ മേലാണ്. മനസ്സിലായില്ല? ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു, ഏശാവിനെ അനുഗ്രഹിച്ചു. പക്ഷെ പുതപ്പ് ഏശാവിൻ്റെ മേലല്ല, യാക്കോബിൻ്റെ മേലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? 120 പേരുടെ മേലും അഗ്നിജ്വാല വന്നെങ്കിലും പത്രോസിലാണ് സാധനം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ന്യൂ കവനന്റ് സഭയെ, നിങ്ങൾ പട്ടണത്തിൽ ഏതോ ഒരു സഭയല്ല കേട്ടോ. യഹോവയുടെ മാൻഡൽ ക്യാരി ചെയ്യുന്ന സഭയത്, യഹോവയുടെ തീ ക്യാരി ചെയ്യുന്ന. പട്ടണത്തിൽ പല സഭ ഉണ്ടായിരിക്കും, പക്ഷെ ഈ സഭ അതല്ല. ഇത് യാക്കോബിന്റെ മക്കളാ, ഇത് യാക്കോബാ. ഹല്ലേലൂയ. സന്ദേശ് ബാർ അടുത്ത വാക്യട്ടെ. എല്ലാരും പരിശുദ്ധാത്മാവ് എല്ലാരും പറ, പരിശുദ്ധാത്മാവേ എനിക്ക് വീട്ടിൽ പോണം. പരിശുദ്ധാത്മാവേ എനിക്ക് വീട്ടിൽ പോണം, വയറ് കത്തുന്നു. ഹല്ലേലൂയ. വായിച്ചേ, പോയോ? സാധനം പോയോ? ആമേൻ. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. 2 കൊരിന്ത്യർ 4:17. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ കഷ്ടം തേജസ്സിന്റെ അനവധി ധനമായി. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. വായിച്ചോ? ശ്രദ്ധിക്കാം. 18-ാം വാക്യം പറ. 18-ാം വാക്യം വായിച്ചോ. എല്ലാരും പറ. 18-ാം വാക്യം. കാണുന്നതിനെ അല്ല, പറ. രോഗത്തെ അല്ല. എല്ലാരും പറ. ദാരിദ്ര്യത്തെ അല്ല. എല്ലാരും പറ. ഇപ്പോ കാണുന്നതിനെ അല്ല. നിങ്ങൾ മനസ്സിലാക്കിയില്ല? കാണുന്നതിനെ അല്ല. ഈ കണ്ണ് കാണുന്ന എന്റെ പണി തീരാത്ത വീടിനെ അല്ല, ഈ കണ്ണ് കാണുന്ന കാലിയായ പേഴ്സണെ അല്ല, ഈ കണ്ണ് കാണുന്ന തലതെറിച്ചെന്റെ മോനെ അല്ല. കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണാത്തതിനെ എങ്ങനെ പൗലോസെ നീ നോക്കും? നീ എങ്ങനെ കാണാത്തതിനെ നോക്കും? ഇതാണ് ഉൾക്കാഴ്ച. കരടിയെ കണ്ടപ്പോ ഇത് കരടി എന്ന് പറയത്തക്കവണ്ണം ഉള്ളു തുറന്നതുപോലെ കാലിയായ പേഴ്സണെ കണ്ടിട്ട് ഞാൻ പറയുന്നത് നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുമെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? യായിറോസിന്റെ വീട്ടിൽ യേശു ചെന്നു. വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് മരിക്കുകയാണ്. എല്ലാരും നിലവിളിക്കുകയാണ്. നോർമലി എല്ലാരും പറയും ആരെങ്കിലും റീത്ത് കൊണ്ടുവരാമെന്നാണ്. യേശു അവിടെ എന്നിട്ട് കാണുന്നതിനല്ല, കാണാത്തതിനെ നോക്കിയിട്ട് പറയുകയാണ്, ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രേ ചെയ്യുന്നത്, ഇച്ചിരി പാല് കൊണ്ടുവരാൻ. കേട്ടവരെല്ലാം ചിരിച്ചു കേട്ടോ. ചിരിച്ച എല്ലാത്തും കർത്താവ് മനസ്സിലായി. കണ്ണുകൊണ്ട് കാണുന്നവൻ അവനൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, ആദാമിന്റെ കാഴ്ചയുള്ള ഞാൻ പറയുക, ഇത് മരിച്ചതല്ല, ഉറങ്ങിക്കെടുക്കുക. എന്നിട്ട് പറഞ്ഞു, ബാലേ എഴുന്നേറ്റോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. കാണാത്തതിനെ നോക്കുന്നവർക്ക് എന്താ? പറ. കാണുന്നത്. എല്ലാരും പറ. കാണുന്നത്. ഉറക്കെ പറ. കാണുന്നത്. നിന്റെ ദാരിദ്ര്യം താൽക്കാലികമാണെന്ന്, നിന്റെ രോഗം താൽക്കാലികമാണെന്ന്. കാണുന്നത് താൽക്കാലികം. ഉറക്കെ പറ. ഉറക്കെ പറ. ഉറക്കെ പറ. കാണാത്തതോ നിത്യം. പറ. കാണാത്തതോ നിത്യം. ഉറക്കെ പറ. കാണാത്തതോ നിത്യം. അതാ നിന്റെ അവകാശം. അതാ നിന്റെ അവകാശം.